ദേഷ്യപ്പെടാറുണ്ടോ ശരിക്കും? ഇവിടെ ഞാൻ ചൂടാ നല്ല ഒത്തിരി. നീ വിചാരിക്കുന്ന ലാലുലക്സിനെ നിജി പിടിക്കലെ പോലെ അത്ര നല്ല തന്തയൊന്നും അല്ല ഞാൻ. അവസാനം ഞാനിപ്പോ ആസ്ഥാന തന്തയായിരുന്നുള്ളതാ. ശരിക്കും പാൻ ഇന്ത്യൻ ആക്ടർ ദിനേശ് ചേട്ടൻ. ക്യാമറ പാൻ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് പാൻ ചെയ്ത മോനെ ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിമാണെന്നൊക്കെ പറയുന്നത്. ചോദിക്കേ നമ്മുടെ ഗെറ്റ്സൺ ബേബി. മോളുടെ അച്ഛൻ 50 കിലോ ഉള്ളു, മോളി 100 കിലോ ഉണ്ട്. മോളി ഡോക്ടർ, അഡ്വക്കേറ്റ്, കംപ്ലീറ്റ് പ്രൊഫഷണൽസ്. അങ്ങനെ ഒരു ട്രോളും കൂടി വരാനുള്ളൂ. ഗെറ്റ്സൺ ബേബി, ഗെറ്റ്സൺ ബേബി. അതിലേക്ക് തിരിച്ചു തരാം. ചന്ദ്രകാന്തയിൽ ഞാൻ മറ്റേ ക്രൂർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ അക്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ചിലപ്പോ വന്ന് പറയും. അപ്പനൊരു എൻട്രി ഒക്കെ ഇവിടെ ഉണ്ടാവും. വിളിച്ചിട്ട് ഒരു വ്യാഴാഴ്ച ഒന്നും വരാൻ പറ്റും, തിങ്കളാഴ്ച വിളിച്ചിട്ടേ. അപ്പോഴും ഞാൻ ചോദിച്ചു ആരെയാ വേറെ വെച്ചത്? തോളത്ത് കിടന്നിട്ടാ. ഫെബ്രുവരി 21 തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമ ഗെറ്റ് സെറ്റ് ബേബി. അതിൽ നിന്നും വേണുഗോപാല്, ജോസഫ്, ഡോക്ടർ നളിനി. അപ്പൊ വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. സുഖല്ലേ മൂന്നാക്കും? വൈ ഗെറ്റ് സെറ്റ് ബേബി എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയാം? വൈ ഗെറ്റ് സെറ്റ് ബേബി എന്നുള്ളൊരു ചോദ്യമല്ല. ഗെറ്റ് സെറ്റ് ബേബി നമ്മളിത് എന്താ പറയാ, ഉണ്ണി മുകുന്ദൻ ലീഡായിട്ട് വരുന്ന മൂവിയാണ്. ഈ മൂവിയിലേക്ക് വിളിച്ച സമയത്ത് ഉണ്ണി മുകുന്ദൻ്റെ ഒരു മൂവി എന്ന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഡയറക്ടർ വളരെ വർഷങ്ങളായിട്ടുള്ളൊരു സുഹൃത്തായിരുന്നു, നല്ലതാണ്. അപ്പോൾ വിനയുടെ ഇതിനു മുമ്പിലത്തെ കോഹിനൂർ എന്ന് പറയുന്ന ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഞാനിതിൻ്റെ കഥ കേൾക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ച് കൂടി വലിയ സ്കെയിലുള്ള ഫിലിമാണ്. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇതിലുണ്ടെന്നും ഇതൊരു എന്താ പറയുക ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ് എന്നുള്ളതും സബ്ജക്റ്റ് കേട്ടിട്ടുണ്ട്. കാരണം ഉണ്ണിയുടെ ഒപ്പമുള്ളൊരു പടം എന്നുള്ളതിലാണ് ഞാൻ പോകുന്നത്. ഓഫ് കോഴ്സ് വിനയുടെ പടം എന്നുള്ളതിലും. പക്ഷേ ചെന്ന് സബ്ജക്റ്റ് നമ്മുടെ സുഹൃത്തുക്കളായ അനൂപും YB രാജേഷും കൂടിയാണ് ഇത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പാർട്ട് ഓഫ് ദ മൂവിയായി ഗെറ്റ് സെറ്റ് ബേബി. അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു ഹാപ്പി ആയിട്ട്. ജോസഫിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ പറഞ്ഞാൽ എന്താ പറയുക? ജോസഫിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ പറഞ്ഞാൽ എന്തിനും ഏതിനും ജോസഫ് എന്നുള്ളതാണ് അതിൽ പ്രോബ്ലം സോൾവർ. അപ്പൊ ഈ അർജുൻ എന്ന് പറയുന്ന ഡോക്ടർ ക്യാരക്ടർ, അതായത് ഉണ്ണിയുടെ ക്യാരക്ടർ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ആദ്യം തിരികെ ജോസഫിലേക്കാണ്. അപ്പോൾ ഈ വലിയ വലിയ പ്രോബ്ലംസിനെയൊക്കെ വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന ഒരാളാണ് ജോസഫ്. അപ്പോൾ അത് കുറച്ചൊരു നർമ്മത്തിൻ്റെ മെമ്പോഡിയോടെയാണ് ആ ക്യാരക്ടർ പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ എത്തുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇവൻറ്റ്സിലേക്ക് മൂവി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് ഉണ്ണിയുടെ ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്. ജോൺ ചേട്ടാ, കുറേ സ്ക്രിപ്റ്റുകൾ വരുമല്ലോ, ഇത്രയും സിനിമകൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇത് വരുമ്പോൾ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ് അത്ര ഈസി ആവില്ലല്ലോ. ചിലപ്പോൾ ഒരേപോലത്തെ ക്യാരക്ടർ വരും, എങ്ങനെയാ അത് സെലക്ട് ചെയ്യുക? ഞാൻ അങ്ങനെ വലിയ ചൂസ് ആകാറില്ല. നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിനകത്തുണ്ടോ എന്ന് നോക്കും. നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം വേണ്ട നോക്കുക. അല്ലാതെ ഒരു ദിവസം പോലും കളയാതെ ഏത് റോളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ ഫുൾ ടൈം സിനിമ അല്ല. ഞാനിപ്പം അങ്ങനെ വലിയ ചൂസി ആയിട്ടൊന്നും മലയാള സിനിമ ഇത് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന സിനിമകൾ ചെയ്ത് കാലം സന്തോഷമായിട്ട് പോകാന്നുള്ളത് മാത്രമേ. ഓക്കെ, ഫുൾ ടൈം എപ്പോൾ ഞാൻ ചോദിച്ചേട്ടൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്, എപ്പോൾ കണ്ടാലും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഹാപ്പി ഗോ ലക്കി കൈൻഡ് ഓഫ് ഒരാളാണ്. ദേഷ്യപ്പെടാറുണ്ടോ ശരിക്കും? അതെന്താ ദിനേശ് ചേട്ടൻ്റെ ഒരു ചിരി? ദേഷ്യപ്പെടുന്ന സ്ഥലത്തെ ദേഷ്യപ്പെടുള്ളൂ. ഞാൻ നന്നായിട്ട് അത്യാവശ്യം ചൂടനാന്ന് ആൾക്കാർ പറയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ ചൂടാകേണ്ട ഒരു കാര്യവും നമുക്ക് ഉണ്ടാകുന്നില്ല. ഇവിടെ ഞാൻ ചൂടാ നല്ല ഒത്തിരിക്കും. അപ്പൊ അതുകൊണ്ട് പക്ഷെ അഭിനയത്തിനെക്കാളും കൂടുതൽ ജോണിച്ചേട്ടൻ ഡയറക്ഷനിൽ നിൽക്കുമ്പോഴാണ് അങ്ങനത്തെ സിറ്റുവേഷൻസ് എപ്പോഴും വരാറ്. അഭിനയിക്കാൻ പോകുമ്പോൾ ഒരുപാട് ക്രൂവിനെ ഞാൻ ചൂടൊക്കെ ആയിട്ട് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവരെ വിളിച്ച് സോറി കേട്ടോ നമുക്ക് പറയാനാണ് ഇത് ചെയ്യും. നമ്മൾ പെട്ടെന്ന് അത് ആ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ലോകത്ത് നടക്കുന്ന എന്ത് കുഴപ്പവും നമ്മുടെ കുഴപ്പമെന്ന് തോന്നുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്നു. ചോദിക്കേ നമ്മുടെ ഗെറ്റ്സൺ ബേബി. മുത്തുമണിയുടെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കുമ്പോഴേ ഡോക്ടർ, അഡ്വക്കേറ്റ്, കംപ്ലീറ്റ് പ്രൊഫഷണൽസ്. അങ്ങനെ ഒരു ട്രോളും കൂടി വരാനുള്ളൂ. ഡോക്ടർ, അഡ്വക്കേറ്റ്, കംപ്ലീറ്റ് പ്രൊഫഷണൽസ് ആണ്. ഒരു ബുജി ലുക്ക് ഉണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നുന്നുണ്ടോ? കഥ പറയാൻ വരുന്നുണ്ടോ? എനിക്കറിയില്ല. ഇല്ല, മുത്തുമണി നാടൻ കഥാപാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ അവതരിപ്പിച്ചു. തുടങ്ങുന്നതൊക്കെ അങ്ങനെയാണ്, പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് മുഴുവൻ അത്യാവശ്യം വരുന്നത് മൊത്തം അങ്ങനെയാണ്. കഥകളിൽ അങ്ങനത്തെ കഥാപാത്രങ്ങളേ ഉള്ളൂ അല്ലേ? അതും ഒരു കാരണം അറിയില്ല. നല്ല അല്ലാത്ത കഥാപാത്രങ്ങളുണ്ട്, പക്ഷെ എനിക്ക് വിളി വരുന്നിട്ടുള്ളത് ഇതിനാണ്. ഡോക്ടർ നളിനിയെ കുറിച്ച് പറയും. ഡോക്ടർ നളിനി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ടൗണിലത്തെ ഒരു ഗൈനക്കാണ്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിൻ്റെതായിട്ടുള്ള എല്ലാവിധ അരഗൻസും അവർ ക്യാരി ചെയ്യുന്നുണ്ട്.
വെരി പ്രൊഫഷണൽ, പക്ഷെ തീരെ കമ്പാഷനേറ്റ് അല്ല പേഷ്യൻസിനോട്. പ്രസവിക്കുമ്പോൾ വേദന ഉണ്ട്, എന്തിനു കരയുന്നേ എന്നുള്ളൊരു നിലപാടെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ ഒത്തുപോകാൻ പറ്റാത്തൊരു കഥാപാത്രമാണ്. സത്യം. എന്റെയൊക്കെ വളരെ വളരെ പൊന്നുപോലെ എന്നെ കെയർ ചെയ്തിട്ടുള്ള ഗൈനക്സ് ആയിരുന്നു എനിക്ക്. വേണ്ട ഒരു സമയം കൂടെയാണ് ഡെലിവറി സമയം എന്നൊക്കെ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും അപ്പൊ അവര് പറഞ്ഞു ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ ശരി ശരി അങ്ങനെ. ഡോക്ടേഴ്സ് മാത്രമല്ല നഴ്സുമാരും ഉണ്ട്. ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് എന്തിനാണ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് ഈ പ്രസവക്കിടക്കയിൽ കിടന്നവരെ അങ്ങനെ നമ്മൾ ചോദിക്കേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആണല്ലേ? അപ്പൊ കുറച്ച് റൂഡ് ഡോക്ടറാണ്. അങ്ങനത്തെ ഒരു ഡോക്ടറാണ്, പക്ഷെ ഭയങ്കര ബെസ്റ്റ് ഇൻ ദ ഡീൽ ആണ്. ബെസ്റ്റ് പ്രൊഫഷണൽ, ബെസ്റ്റ് ഇൻ ദ സിറ്റി ആണ്. ഓക്കെ. ഇപ്പൊ ജോണി ചേട്ടൻ പറഞ്ഞ പോലെ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നോക്കും എന്ന് ജോണി ചേട്ടൻ പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ മുത്തുമണി എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, കാതലിന്റെ സമയത്ത് അഡ്വക്കേറ്റ് ആയിട്ട് നിന്ന് ഒരു കോർട്ടിൽ നിന്ന് ഒരാളെ കൊണ്ട് പ്രഷറൈസ് ചെയ്ത് അയാളുടെ സെക്ഷുവാലിറ്റി പറയിക്കുന്നത് എനിക്ക് ഒട്ടും പേഴ്സണലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ സിൻസ് ആ സിനിമയുടെ ഒരു ഇമ്പാക്ട് ഇൻ എ പോസിറ്റീവ് വേ ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത്. മൂവി സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും, അതായത് എൻ്റെ പൊളിറ്റിക്സ്, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അങ്ങനെ നോക്കാറുണ്ടോ? അങ്ങനെ ഒത്തിരി സെലക്ട് ചെയ്യാൻ മാത്രമുള്ള ഓപ്ഷൻസ് വരുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ. എൻ്റെ അടുക്കേക്ക് വരുന്ന സ്ക്രിപ്റ്റുകളുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ ആ സിനിമ കാണുമ്പോൾ ആസ് എ പ്രേക്ഷക എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നുണ്ടാവുക. ആ സിനിമ എന്ത് പറയുന്നു എന്നുള്ളതാണ് നോക്കുക. അല്ലാണ്ടുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് നോക്കാറില്ലേ. ഒരു സിനിമയുടെ ഒരു എൻഡ് റിസൾട്ട് ഉണ്ടാവില്ല, എന്താണ് ആ സിനിമ സംവേദിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആൾക്കാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള, അതാണ് നമ്മൾ കൂടുതലും നോക്കാറുള്ളത്. അത് ഞാനുമായിട്ട് സെറ്റാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഇപ്പൊ ഗെറ്റ്സ് ഇറ്റ് ബേബിയിൽ നമ്മൾ പറയുമ്പോൾ കംപ്ലീറ്റ് ഹ്യൂമർ മൂവി എന്നുള്ള രീതിയിലാണ്, അതായത് ലാഫ്റ്റർ ഇൻ തിയേറ്റേഴ്സ്, ഗെറ്റ് റെഡി ഫോർ ദ ലാഫ്റ്റർ ഇൻ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം ഇറ്റ് ഡീൽസ് വിത്ത് എ വെരി സീരിയസ് ടോപ്പിക്. IVF ട്രീറ്റ്മെന്റ്, അത് ഈ പറഞ്ഞ മാതിരി അത്ര ചിരിക്കേണ്ട ഒരു ടോപ്പിക്കും അല്ല. എന്താ അതിനെ കുറിച്ച് പറയാ, സിനിമയുടെ ഒരു മോഡിനെ കുറിച്ച്? വളരെ ചിരിയുള്ള സിനിമയാണെന്ന് പറയുമ്പോൾ പോലും ഒരു തവണ പോലും സ്ക്രീനിൽ ചിരിക്കാത്ത ഒരാളാണ് ഞാൻ ഈ സിനിമയിൽ. നൈസ്. പക്ഷെ ഈ പറഞ്ഞ IVF എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ അതിനൊരു വളരെ പ്രശ്നകരമായ അല്ലെങ്കിൽ ഒരു മോശം കാര്യമായിട്ട് കാണുന്നവരും, മറ്റു ചിലവർ ഇങ്ങനെ അമ്മയാവണം എന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് അവരുടെ ശരീരം അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ പോലും അതിലേക്ക് ചെന്നെത്തുന്നവരും. അപ്പോൾ അതിനെയൊക്കെ നമ്മളുടെ ഒരു വിവേചന ബുദ്ധിയോടുകൂടി വേണം ഈ വിഷയത്തെ, എന്ന് വെച്ചാൽ ഈ IVF പോലെയുള്ള ഒരു പ്രോസസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ എന്താ പറയുക ലളിതമായ രീതിയിൽ അതിനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് ഇത്. ചേട്ടാ, വേണുഗോപാൽ ഒരു കർഷകനാണ് എന്നാണ് ആ ക്യാരക്ടർ പോസ്റ്ററിൽ പറഞ്ഞേക്കുന്നത്. അത് വേണുഗോപാൽ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞുതരാം. അല്ല, ഞാൻ പറഞ്ഞു ഞാനൊരു അച്ഛനാണ്, അച്ഛൻ വേഷം തന്നെ നമ്മൾ സിനിമ നിഖിലയുടെ അച്ഛനാണ്. വീണ്ടും ജോൻ ജോയ്ക്ക് ശേഷം നിഖിലയുടെ അച്ഛനാണ്. പിന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞു കർഷക സ്ത്രീക്ക് വേണമെങ്കിൽ കിട്ടാവുന്ന ഒരാളാണ്. ഒരുപാട് ക്ഷീര കർഷകനാണ്. ആടെ പശു, പന്നി, പിന്നെ പച്ചക്കറി കൃഷിയുണ്ട്. അപ്പം പറഞ്ഞല്ലോ എൻ്റെ പശു പ്രസവിക്കുന്നുണ്ട്, മകൾ പ്രസവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഏതാ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടൊരു മകളെ കെട്ടിച്ച് വിട്ടാൽ ഇപ്പം നമുക്ക് ഒരു കുറച്ച് നാളായിട്ടും വിശേഷമൊന്നുമില്ല. നമ്മൾ ഇപ്പം അവൾ മോളോട് ചോദിക്കാൻ പറ്റില്ല, വൈഫിനോട് ചോദിക്കണ്ടേ, അവളെല്ലാം പറഞ്ഞു അല്ലേ, അത് നമ്മുടെ കേട്ടിട്ടുള്ളൂ നമ്മള്. അപ്പം എന്ന് പറയുന്നത് അച്ഛൻ. പിന്നെ ഇതാണ് ഇവർ ഉണ്ടാകാത്തതിൻ്റെ ഉത്കണ്ഠകളും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. അങ്ങനെ പക്ഷേ അത്യാവശ്യം ഒരു ചെറിയ ചെറിയ ഹ്യൂമറൊക്കെ ഫില്ല് ചെയ്ത് പോകുന്ന ഒരു കഥാപാത്രമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, വിനയ് ഗോവിന്ദ് വളരെ നമുക്ക് കംഫർട്ട് സോണിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടറായിരുന്നു. ഒരു തരത്തിലും വേണ്ടത് കൃത്യമായിട്ട് എടുക്കുക, നമ്മളെ ഒരു തരത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു എല്ലാ ഡയറക്ടറും മിക്കവാറും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്കൊരു ഇഷ്ടം തോന്നിയ ഒരു സംവിധായകനാണ്. അയാളോട് അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമായിട്ട്. പക്ക ടിപ്പിക്കൽ അച്ഛൻ അല്ലേ, ടിപ്പിക്കൽ അച്ഛൻ. പക്ഷെ യൂഷ്വലി ജോണി ചേട്ടൻ സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അത്ര ടിപ്പിക്കൽ അച്ഛനല്ല, വളരെ റെയർ ആയിട്ടുള്ള അച്ഛൻ. പണ്ട് ലാലു ലക്സറൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടറല്ലേ, ഭയങ്കര ഓവർ ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛൻ. ഞാനൊരു സിനിമയിൽ നിഖിലയോട് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന ലാലു ലക്സനെ രഞ്ജി പണിക്കരെ പോലെ അത്ര നല്ല തന്തയൊന്നും അല്ല ഞാൻ. അവസാനം ഞാനിപ്പോ ആസ്ഥാന തന്തയെന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇപ്പൊ അച്ഛൻ വേഷങ്ങൾ എനിക്ക് ഹൃദയത്തിലെ അച്ഛനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഹൃദയത്തിലെ അവര് തല്ലുമാലയിലെ അച്ഛനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ജോൻ ജോലെ അച്ഛനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ നമ്മുടെ മറ്റേ തോൽവി എഫ്സിലെ നമുക്ക് അറിയാതെ ഇഷ്ടപ്പെട്ടു. കാരണം അറിയാം, ഒരു അപ്പൻ വേഷങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ എല്ലാവരും ചോദിക്കാറുണ്ട്, എല്ലാ ഓടത്തിലും അപ്പനല്ലേ മാറി. ഞാൻ അല്ലെങ്കിൽ എന്തിനാ മാറുന്നേ, അപ്പനെ ഒരു സീനിൽ നിന്നൊന്നും മാറ്റി നിർത്തുകയില്ല. അപ്പൻ നിർത്തടാ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വന്ന് പറയും. അപ്പനൊരു എൻട്രി ഒക്കെ അവിടെ ഉണ്ടാവും. അല്ലാതെ അപ്പം വേണ്ട പ്രതി വേലക്കാരനായ മതി എന്ന് പറഞ്ഞാണല്ലോ. രാമു എന്താ മുതലാളി, അതിന്റെ ആവശ്യമൊന്നുമില്ല.
നമ്മളപ്പനായിട്ട് തന്നെ രസമില്ല. അപ്പനൊരു സ്ഥാനമുണ്ട്. പിന്നെ നമ്മളെ ഇപ്പം ചില പറയില്ലേ ഞാൻ മാറി മാറിയാ ചെയ്തതെന്നൊക്കെ പറയില്ലേ, എനിക്ക് തോന്നിയൊരു കാര്യം എൻ്റെ അഭിനയിച്ചുകൊണ്ട് ഞാൻ പറയാം, നമ്മളറിയാതെ തന്നെ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോഴും അറിയാതെ മാറിപ്പോകും. ഇന്നാളാകുക വേറൊരാളെ എന്തെങ്കിലും വ്യത്യാസം ദൈവമായിട്ട് വരും. അല്ല നമ്മൾ ഭയങ്കരമായിട്ട് സ്റ്റഡി ചെയ്തിട്ടൊന്നുമല്ല, അങ്ങനെ വരും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവം. ശരിക്കും റിയൽ ലൈഫിലെ എങ്ങനത്തെ അപ്പനാ? ഞാൻ നല്ല അപ്പനാണ്. കാരണം എനിക്ക് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ എൻ്റെ കടമകൾ, കാരണം ഈ ജോയിൻ്റെ ഡയലോഗുണ്ട് ഈ നിഖില പറയുന്നത്, എനിക്ക് അപ്പനെ പോലെ ആളെ കിട്ടിയാൽ മതി എന്നത്. അതുപോലെ തന്നെ എൻ്റെ മക്കളും പറയുന്നത്. അതെനിക്ക് വലിയ അംഗീകാരം, അതൊരു വലിയ അംഗീകാരമായിട്ട് എനിക്ക് അതെൻ്റെ ഒരു എൻ്റെ മക്കൾ പറയുന്നൊരു കാര്യമാണ്. ജോണി ചേട്ടന്റെ അപ്പൻ എങ്ങനത്തെ അപ്പനായിരുന്നു? ഇതുപോലെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന, ചിരിക്കുന്ന? ഞാൻ പറയാം, അപ്പൻ്റെ 52ാമത്തെ വയസ്സിലുണ്ടാകുന്നതാണ്. പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ഈ 3-4 വയസ്സൊക്കെ ഉള്ളപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് കളർ ട്രാപ്പിൽ കൊണ്ട് മധുരക്കുള്ള മേടിച്ച് തരികയും ഭയങ്കര രസമുള്ളൊരു നല്ല എക്സർസൈസ് ആയിരുന്നു പുള്ളി. പിന്നെ ഭയങ്കര ഒരു നമ്മുടെ എന്നാ പറയണ്ടേ ഒരു അപ്പനെ ഇതുപോലെ തിയേറ്ററിൽ കൊണ്ട് സിനിമ കാണിച്ചിട്ടുണ്ട്. അപ്പനോട് ഞാനൊരു സിനിമയ്ക്ക് പോയിട്ട് അന്ന് ഷോലെ ചെറുപ്പത്തിൽ, അന്ന് എൻ്റെ പെങ്ങടെ മോള് കൂടെ ഉണ്ടായിരുന്നു. ഇത് ആദ്യം തന്നെ അപ്പനാണ് ഹിന്ദിയൊക്കെ പട്ടളക്കാരനായിട്ട് അറിയാം. ആദ്യം തന്നെ ഈ ട്രെയിനിൽ കട്ടത്തടിയിൽ അവിടെ ഇത് ചെയ്ത് കണ്ടപ്പോഴേ കൊച്ചു കിടന്ന് കരയാൻ തുടങ്ങി. അപ്പനാണ് ഇതിന് സാമാന്യത്തിനൊന്നും വരണ്ടായിരുന്നു എടുത്തോണ്ട് അപ്പൻ അതിനെ കൊണ്ട് ഇറങ്ങി പോകുന്നത്. അതാണ് അപ്പനെ ഞാനായിട്ട് ആകെ കണ്ട ഒരു സിനിമ. ഇതിൽ ഏറ്റവും ആവശ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെങ്ങളുടെ മോള് റെയിൽവേയുടെ അവിടോട്ട് താമസം മാറുക. അപ്പം അങ്ങനെ താമസം മാറി ഞാൻ ഈ കൊച്ചിനെ കൊണ്ട് മുട്ടായി മേടിക്കാൻ ഇങ്ങനെ കൊച്ചിലെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ പിന്നെ ഒട്ടും കടിച്ചില് ചെന്തടി അപ്പോൾ ട്രെയിൻ വരിക, അത് ഇന്നലെ കേട്ട സാധനം അങ്ങനെ കുറെ സിനിമയുടെ ബേബി ബേബി അതിലേക്ക് തിരിച്ചുവരാം. പക്ഷെ അതിന് മുമ്പ് അതിന് കണക്ട് ചെയ്ത ഒരു കാര്യം പറയട്ടെ. ഈ സിനിമയുടെ പാട്ടിന്റെ ഒക്കെ അടിയിൽ കുറെ കമന്റുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഈ കമന്റ് ട്രാക്ക് ചെയ്ത് അതിനകത്ത് ഉണ്ണിമുകുന്ദൻ ദി പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു റിപ്ലൈ ആയിട്ട് വന്നൊരു കമന്റ്, ദിനേശ് ചേട്ടാ ശരിക്കും പാൻ ഇന്ത്യൻ ആക്ടർ ഇങ്ങേരാണ് എന്ന്. ദിനേശ് ചേട്ടൻ അങ്ങേര് അഭിനയിക്കാത്ത ഭാഷകളുണ്ടോ, ചെയ്യാത്ത റോളുകളുണ്ടോ എന്ന്. എത്ര ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്? അങ്ങനെ ഓൾ ഇന്ത്യ ഭാഷ. അതിനകത്ത് ബംഗാളി പോലീസായിട്ട് ഒരു അഭിനയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആണോ? അല്ല, ബംഗാളി പോലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ ബംഗാളി ഫിലിമിലല്ല. ഓക്കെ. അതൊരു തമിഴ് മൂവിയിലാണ് ബംഗാളി പോലീസായിട്ട് അഭിനയിച്ചത്. പിന്നെ ബംഗാളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അതാണ് ഏറ്റവും വലിയ കോമഡി. ഇവിടെ എന്റെ നാട് പെരുമ്പാവൂരാണ്, അവിടെ മുഴുവൻ ബംഗാളികളാണ്. ഞാൻ എന്നിട്ടൊരു പടത്തിൽ ബംഗാളിയായിട്ട് അഭിനയിച്ചു. അതൊരു ഫെസ്റ്റിവൽ മൂവി ആയിരുന്നു. അപ്പോൾ അത് പുറത്തേക്കൊക്കെ പോകുന്ന ടൈപ്പ് മൂവിയാണ്. അപ്പോൾ എന്നെ അങ്ങനത്തെ ഒരു ടോണൊക്കെ അടിച്ചിട്ട് ഞാനൊരു ബംഗാളി മറ്റേ പണിക്ക് വരുന്ന ആളായിട്ട് അന്യസംസ്ഥാന തൊഴിലാളിയായിട്ട് അഭിനയിച്ചു. എന്നും പറഞ്ഞാൽ അഭിനയമാണല്ലോ, ചേട്ടൻ പറഞ്ഞാൽ എന്ത് വേഷങ്ങൾ കിട്ടിയാലും ചെയ്യാന്നുള്ളത്. ഞാനും അങ്ങനെ ചൂസ് ഇന്ന ടൈപ്പ് ക്യാരക്ടർ ചെയ്യുള്ളൂ, അങ്ങനെ അതിനുള്ളൊരു ആർട്ടിസ്റ്റ് അല്ല നമ്മൾ. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ ഈ പാൻ ഇന്ത്യൻ ഒത്തിരി കോമഡികൾ ഇപ്പോൾ ലൊക്കേഷനിൽ ക്യാമറ പാൻ ചെയ്യുമ്പോൾ പറയാം ഇങ്ങോട്ട് പാൻ ചെയ്ത മോനെ ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിമാണെന്നൊക്കെ പറയുന്നത്, അങ്ങനെ പറയുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യയിൽ പാൻ എന്ന് പറഞ്ഞാൽ മുറുക്കാനാണ്. അപ്പോൾ ഒരു പടത്തിൽ ഒരാൾ കുറെ നേരമായിട്ട് മുറുക്കിക്കൊണ്ടിരുന്ന പറയാം എന്താന്ന് വെച്ചാൽ പറയാം ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം ആവാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും മുറുക്കുന്നതെന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഇപ്പൊ എന്തും പാൻ ഇന്ത്യൻ വെച്ചിട്ട് ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റ് ആയി മാർക്കോയിലൂടെ. അപ്പൊ മാർക്കോ പോലത്തെ ഒരു ഭയങ്കര എക്സ്ട്രീം വയലന്റ് മൂവിക്ക് ശേഷം ആ മൂവി ഫാമിലി കുട്ടികളായിട്ട് പോയി കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ്. പടം ഓൾദോ ഭയങ്കര ഹിറ്റായെങ്കിലും അപ്പൊ അതിന് ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഗെറ്റ് സെറ്റ് ബേബി വരുന്നത്. അതായത് ആബാലവൃദ്ധൻ ജനങ്ങൾക്കും കാണാൻ പറ്റിയ, ഇപ്പൊ പറഞ്ഞ പോലെ പൊട്ടിച്ചിരിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇതൊരു ലൈറ്റ് ഹ്യൂമറിലൂടെ പോകുന്ന, എന്താ പറയുക, ഒരു ഫാമിലി സെന്റിമെന്റ്സിലൂടെയൊക്കെ പോകുന്ന ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവിയാണിത്. അതിൻ്റെ ഇപ്പോൾ ആദ്യത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ കുറച്ച് ലേശം ഹ്യൂമറസ് ആയിരിക്കും, പക്ഷെ ഒരു സീരിയസ് ആയിട്ടുള്ള തീമിലേക്കാണ് അത് പോകുന്നത്. പക്ഷെ എല്ലാ വിഭാഗങ്ങൾക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, ഇപ്പം നമ്മളിപ്പോൾ ഇത് IVF എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനൊരു മെയിൻ സംഭവമായിട്ടല്ല, ആളുകളുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഓരോരുത്തർ ഇഷ്യൂസാണ് ഇതിൽ പ്രതിപാദിച്ചത്. അതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ട് ഈ IVF ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞ കാര്യം പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്രയധികം ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു ബോറടി നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളാണ് ഓരോ സീനിലും വന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഈ മാർക്കോക്ക് ശേഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആക്ടർക്ക് ബിഫോർ മാർക്കോ ആൻഡ് ആഫ്റ്റർ മാർക്കോ എന്ന് പറയുന്ന പോലെ പുള്ളിയുടെ കരിയറിനൊരു ഭയങ്കര ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഗെറ്റ് സെറ്റ് ബേബി ആണെങ്കിലും മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈപ്പ് ഗെറ്റ് സെറ്റ് ബേബിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുമല്ലോ. കാരണം ഉണ്ണിമുകുന്ദൻ്റെ പടം ഇത്രയും ഹിറ്റായി അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ആ പടം എല്ലാവർക്കും കാണാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് വന്നതുകൊണ്ട്
ഈ പടം എല്ലാവർക്കും കാണാം. അപ്പോൾ ഉണ്ണീനെ കാണാൻ ഉണ്ണിയുടെ കുറച്ച് ഓഡിയൻസ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, പെൺകുട്ടികളായാലും കുട്ടികളായാലും ആ ഒരു ഓഡിയൻസിനും കൂടിയുള്ള ഒരു മൂവിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ട്. ആ ഒരു ഇനിഷ്യൽ ഇതിന് വേണം, കിട്ടണം എന്നുള്ളത്. പിന്നെ ഇത് അത്രയും ഒരു എക്സ്ട്രീം വയലന്റ് ആക്ഷൻ ഫിലിമിന് ശേഷം എന്തുകൊണ്ടും ഉണ്ണിക്ക് ഇങ്ങനത്തെ ഒരു ഫിലിമാണ് എപ്പോഴും നല്ലതെന്നാണ് നമുക്കും തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇനി മാർക്കോനെ വെല്ലുന്ന ആക്ഷനുമായിട്ട് വീണ്ടും വരേണ്ടി വരും. ഓ, അത് നടക്കുമോ? അല്ല, അത് നടക്കും. പക്ഷെ അതിന് ടൈം വേണമല്ലോ, പ്രിപ്പറേഷൻ വേണം, അതിന്റെ സ്റ്റോറി വേണം, ടെക്നീഷ്യൻസ് വേണം. അപ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ ആസ് ആൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഉണ്ണിയും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും അവനും എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലക്ലി ഇങ്ങനത്തെ ഒരു സാധനം വന്നു. നല്ലൊരു ടീമിൻ്റെ ഒപ്പം നല്ല പ്രൊഡക്ഷൻ ഹൗസ്, ഇപ്പോൾ പറഞ്ഞാൽ ആശീർവാദാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, കുറേ നല്ല ആർട്ടിസ്റ്റുകൾ, എല്ലാവരും കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നു. അപ്പോൾ ഗെറ്റ് സെറ്റ് എന്ന് പറഞ്ഞ പോലെ പടവും ഗെറ്റ് സെറ്റായിട്ട് വന്നിരിക്കുകയാണ്. ഇനി എല്ലാ ഓഡിയൻസിൻ്റെ കയ്യിലാണ്. ഇപ്പൊ ജോണി ചേട്ടൻ അപ്പന്റെ കൂടെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് ഓർമ്മ വന്നത് ദിനേശ് ചേട്ടൻ പറഞ്ഞ, ദിനേശ് ചേട്ടൻ തിയേറ്ററിൽ പോകുന്നതും സിനിമ കാണുന്നതും ഒക്കെ കുഞ്ഞുനാളായിരിക്കുമ്പോ തൊട്ട് അമ്മയുടെ കൂടെയാണ്. അമ്മ ഭയങ്കര സിനിമ പ്രേമിയായിരുന്നു. ഞാൻ കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെയാണ്. അത് അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ, അന്നകാലത്ത് ഒറ്റയ്ക്ക് പോകാൻ ഒരു പേടിയാണല്ലോ, ആൾക്കാർ ഓരോന്ന് പറയല്ലോ. അതുകൊണ്ട് കൊച്ചിനെയും കൂട്ടി പോയിരുന്നു. കൊച്ചിപ്പോ സിനിമാക്കാരനായിട്ടേ സ്വന്തം സിനിമ തിയേറ്ററിൽ കൊണ്ട് അമ്മേനെ കാണിച്ചിട്ടുണ്ടോ? ഓ, ധാരാളം സിനിമകൾ കാണിച്ചിട്ടുണ്ട്. ഏതാ ആദ്യം കാണിച്ച സിനിമ? ആദ്യം അഭിനയിച്ച സിനിമ തന്നെ കാണിച്ചുവല്ലോ, ആ സിനിമ മുതൽ. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, മരിച്ചു. ആ മരിക്കുന്നവരെ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ അഭിനയിച്ച എല്ലാ സിനിമയും കാണിക്കായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നീ ചെയ്തത് കൊള്ളാടാ എന്ന് പറഞ്ഞ ഏതെങ്കിലും സിനിമ? അങ്ങനെ ഒരു ഭയങ്കര കൊള്ള അപ്രീസിയേഷൻ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയും ഭയങ്കര പ്രൗഡായിരുന്നു. പിന്നെ ഇങ്ങനെ മകൻ സിനിമയിൽ എത്തി എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൗഡ് ഉണ്ടായിരുന്നു. കാരണം അവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞ തിയേറ്ററിലെ സ്ത്രീകളൊന്നും ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകില്ലാത്തൊരു സമയം. അപ്പൊ എന്നെ കൊണ്ടാണ് പോകുന്നത് ചെറുപ്പത്തിൽ. വേറൊരു ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു അമ്മയുടെ സെയിം പ്രായമുള്ള ഒരു അമ്മയും കൂടി ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരാണ് ഈ കസിൻസ്. അവർക്ക് സിനിമ കാണണം, പക്ഷെ ഭർത്താക്കന്മാർക്ക് താല്പര്യമില്ല, കൊണ്ടുപോകില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവർക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള പേടിയും കൊണ്ട് എന്നെയും കൊണ്ടുപോകും. അപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഇവർക്ക് പോകാം. പക്ഷെ അങ്ങനെ ഞാൻ ചെറുപ്പം മുതൽ സിനിമ കാണാനായിട്ട് നിർബന്ധിതനായി. കുഞ്ഞെ ഒന്നും അറിയാം. അന്ന് ടിക്കറ്റ് വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എത്ര 3 വയസ്സ് 5 വയസ്സ് വരെ. പക്ഷെ 5 ഒരു 7, 8, 10 വയസ്സുള്ള ടിക്കറ്റ് എടുക്കില്ല. എടുക്കും നമ്മളൊക്കെ എടുത്തിട്ട്. ഒരു മോളി എന്ന് പറഞ്ഞ മോളുടെ അച്ഛൻ 50 കിലോ ഉള്ളു, മോളി 100 കിലോ ഉണ്ട്. മോളി എന്റെ മടിയിലിരുത്തും അവിടെ കൊണ്ടുപോയിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആളില്ലാത്ത സിനിമയാണെങ്കിൽ പയ്യാപ്പുറത്തെ സീറ്റിലേക്ക് ഇരുത്തും, അല്ലെങ്കിൽ മടിയിലിരുന്ന് കാണണം. അതൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഓ, ഒന്ന് താത്തി വെക്കട്ടെ. അല്ല, ശരിയാ. ശരിക്കും കാണിക്കാൻ പറ്റുമൊന്നുമില്ല. 3 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണമെന്ന് ഇങ്ങനെ എല്ലാം തിയേറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ അകത്തേക്ക് പോകുമ്പോ മറ്റേ വാതിക്ക് ഇങ്ങനെ നോക്കി, ഇത് 3 വയസ്സല്ലല്ലോ എന്നുള്ളത് അവരൊരു നോട്ടമുണ്ട്. അപ്പൊ അത് മൈൻഡ് ചെയ്യാത്ത രീതിയിലേക്ക് ഇവർ അകത്തേക്ക് പോകും. തോളത്ത് കിടന്നിട്ടാ തോളത്ത് ബാക്ക് സൈഡില് കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ നോക്കും, തോളത്ത് കിടത്തിട്ടാണ് കൊണ്ടുപോവാ. ചിലപ്പോ ഇപ്പോഴത്തെ നമ്മള് PVR-ലൊക്കെ പോകുമ്പോഴേ ഈ ചെക്ക് ചെയ്യാൻ നിൽക്കുന്ന ചേച്ചിമാരുണ്ടല്ലോ, മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതൊക്കെ ചെക്ക് നമ്മളെ സൈഡിൽ കൂടി. പിന്നെ അന്ന് അതുപോലെ ബെഞ്ച്, സെക്കൻഡ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്, പിന്നെ ബാൽക്കണി, അങ്ങനെയാണല്ലോ. ഇപ്പൊ ആ ഒരു കാറ്റഗറീസും ഒക്കെ പോയില്ല കംപ്ലീറ്റ്ലി. ഇപ്പൊ അന്ന് ഏറ്റവും അവസാനം പോയാലും പടം തുടങ്ങിക്കുമ്പോൾ ബാൽക്കണിയിൽ ടിക്കറ്റ് കിട്ടുമായിരുന്നു. കാരണം അതൊക്കെ ആദ്യം ഫില്ലായി വരിക ഫ്രണ്ടിൽ നിന്ന്. ഇപ്പൊ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് ഫില്ലായി പോവാ. ആദ്യം വിളിച്ചു വിളി കേട്ടെന്ന് പറഞ്ഞ പടം നമുക്ക് ഇങ്ങനെ തൊട്ടടുത്ത് എന്നാലും കാണും. കാരണം കാണുക എന്നുള്ള എങ്ങനെയെങ്കിലും കണ്ടിരിക്കുക. ഇപ്പൊ തിയേറ്ററിൽ നമ്മൾ പഴയ സിനിമകൾ, ഇപ്പൊ വടക്കൻ വീരഗാഥ ഉൾപ്പെടെ റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ചില സിനിമകൾ നമ്മൾ അന്ന് കണ്ടിട്ടത് തിരിച്ച് റിലീസ് ചെയ്താൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന സിനിമകൾ, അങ്ങനെ ഭയങ്കര കാണാൻ ആഗ്രഹം. ഞാൻ കണ്ടു, വടക്കൻ വീരഗാഥ തിയേറ്ററിൽ പോയി കണ്ടു. എല്ലാ റിലീസ് ഫിലിംസും കാണാറുണ്ട്. ഇപ്പൊ ദളപതി കണ്ടു, ദേവദൂതനൊക്കെ കണ്ടുട്ടോ. അന്ന് കണ്ടതേ അല്ല, ഇപ്പൊ ചിത്രത്താഴ് കണ്ടു. എല്ലാ പടങ്ങളും അങ്ങനെ ഇപ്പൊ കാണാൻ ആഗ്രഹമുള്ള റിലീസ്. എനിക്ക് മിക്കവാറും പടങ്ങളൊക്കെ ഇനി ഒരുപാടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങാടി ഇരിക്കുകയാണോന്നാഗ്രഹം. ജയന്റെ രാജാവിന്റെ മോൻ കാണണം, ന്യൂഡൽഹി കാണണം, 20-ാം നൂറ്റാണ്ട്, വാത്സല്യം വന്ന കാണണം, അമരം കാണണം. അമരം ഒരു ലിസ്റ്റ് അല്ല, ചില പടങ്ങളൊക്കെ ഓൾറെഡി അണിയറയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വരുന്ന എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾ ഇതൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ആളുകൾ പോകുന്നുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഈ പിള്ളേരൊക്കെ ഈ എനിക്ക് തോന്നുന്നു മസ്റ്റായിട്ട് ഇപ്പൊ വടക്കൻ വീരാതെ ഇറങ്ങി, മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് തിയേറ്ററിൽ പോയി ഒരു കാണണം. അതൊരു നമ്മുടെ ഒരു എന്നാ പറയണ്ട ഒരു സംസ്കാരത്തിന്റെ അങ്ങനെ കാണുന്ന ഒരു തലമുറ.
എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മൾ ന്യൂ ജനറേഷൻ കുറ്റം പറയില്ല, പക്ഷെ അവർക്ക് എന്തോ അങ്ങനെ ഒരു ഇത് വരുന്നില്ല. നമ്മൾ ചിലപ്പോൾ പോയി ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ കുട്ടികൾ നിർമ്മാല്യം കണ്ടിട്ടുണ്ട്, നിർമ്മാല്യം കാണുമ്പോൾ വളരെ കുട്ടി. പക്ഷെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വടക്കം വരാതെയൊക്കെ കാണണം പോയി. നമ്മുടെ ഒരു പക്ഷെ മാസ്റ്റർ ഞാൻ പീസ് ദേവദൂതനൊക്കെ കാണാൻ പോയപ്പോ അന്ന് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ കാണാനായിട്ട്. അല്ല ഞാൻ പറഞ്ഞ സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ സ്റ്റഡി ചെയ്യുന്നവരുണ്ട്. ഉണ്ടാവും. അല്ലാത്ത ഒരു നമ്മളൊരു ലോക്കൽ ഓഡിയൻസ് ആണെങ്കിലും ഓഡിയൻസ് മൊത്തം അവരും പോയി ഓ അത് കാണണം. ഓൾറെഡി കണ്ടതാണല്ലോ എന്നറിയാം. പക്ഷെ തിയേറ്റർ ആംബിയൻസ് വേറെ ആംബിയൻസാ. തിയേറ്ററിൽ ഇരുന്നത് കാണുമ്പോ വടക്കം വരാതെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്, രസമുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഞാനിപ്പോ കാണാൻ പോയപ്പോ ആ ഡയലോഗിനൊക്കെ കയ്യടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇങ്ങനെ ഇപ്പോഴത്തെ സിനിമയുടെ ഭാഷ വെച്ച് പറഞ്ഞാൽ പഞ്ച് ഡയലോഗ് എന്ന് പറയില്ല, അന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല. സത്യം. അപ്പൊ മമ്മൂക്കയുടെ പഞ്ച് ഡയലോഗിന്റെ ഒരു പെരുന്നാളാണ്. എല്ലാ സീനിലും പഞ്ച് ഡയലോഗാണ്.